നെതന്യാഹുവിന്റെ വിമാനം എവിടെ പോയി സർ? എന്താ ഇപ്പോൾ പെട്ടെന്ന്? അല്ല, അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ല. നെതന്യാഹുവിനെ കുറിച്ച് വിവരമുണ്ടോ? അതുമില്ലേ? അതില്ല എന്ന് പറയുന്നത് ശരിയല്ല. നെതന്യാഹു ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട്. നെതന്യാഹുവിനെ കുറിച്ച് കഴിഞ്ഞ ഫെബ്രുവരി 28-നാണല്ലോ അമേരിക്കയും ഇസ്രയേലും ചേർന്നിട്ട് ആദ്യം ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. അതിനുശേഷം നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ ഖമനയി ഉൾപ്പെടെയുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം നെതന്യാഹുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ചുടാപ്പികൾ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇങ്ങനെ നെതന്യാഹുവിന് എന്ത് പറ്റി, ഞങ്ങളുടെ ആൾ മാത്രമല്ല നെതന്യാഹുവും ചത്തുപോയി, നെതന്യാഹു ചത്തേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വ്യാജ വീഡിയോ ഒക്കെ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്ക് നെതന്യാഹുവിൻ്റെ ചില വീഡിയോസ് വന്നു. ആദ്യം വന്നൊരു വീഡിയോ, നെതന്യാഹു ഒരു കോഫി ഷോപ്പിൽ പോകുന്നു, കോഫി കുടിക്കുന്നു. ഉടനെ വിമർശകർ വന്നു, നെതന്യാഹുവിൻ്റെ നെറ്റിയിലെ ചുളിവുകൾ കാണുന്നില്ല, അതുകൊണ്ട് കോഫി ഗ്ലാസ്സിലെ കോഫി കുറയുന്നില്ല, അതുകൊണ്ടത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അപ്പോൾ ഉറപ്പ് നെതന്യാഹു മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ വന്നു, നെതന്യാഹു ഇങ്ങനെ ഒരു പാർക്കിൽ, അതായത് ടെമ്പിൾ മൗണ്ടിലോ മറ്റോ വന്നിട്ട് അടിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് നെതന്യാഹു ഒന്നുമല്ല, നെതന്യാഹുവിൻ്റെ കയ്യിൽ 6 വിരൽ അവിടെയല്ല കേട്ടോ, ആ നെതന്യാഹുവിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു നേരത്തേക്ക് കുറച്ച് നേരം കാണുന്നില്ല, അതുകൊണ്ട് അത് ഫേക്കാണ്. പിന്നെ നെതന്യാഹു സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നു, അപ്പം പറഞ്ഞു അത് നെതന്യാഹു ഒന്നുമല്ല, അത് ആ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്, നെതന്യാഹുവിൻ്റെ കയ്യിൽ 6 വിരലുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവസാനം നെതന്യാഹു തന്നെ ഞാനിവിടെ ഉണ്ടോ, ഇവനെ അടിച്ച് പണ്ടറാക്കിയിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് നെതന്യാഹു പിന്നെയും വന്നു. അതുകൊണ്ട് നെതന്യാഹു ചത്തേ. നമ്മുടെ ഒരു സിനിമാക്കാരി ഉണ്ടല്ലോ, ലക്ഷദ്വീപുകാരി പെണ്ണുമ്പിളില്ലേ, അവരുമൊക്കെ നിങ്ങളുടെ വാപ്പ ചത്തോ? കാരണം ഇടയ്ക്ക് മോദി പറഞ്ഞല്ലോ ഇന്ത്യ മദർലാൻഡും ഇസ്രയേൽ ഫാദർലാൻഡുമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ തന്ത ചത്തോ, നെതന്യാഹു തന്ത ചത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അതിനുശേഷം നെതന്യാഹു പലതവണ വന്നു ചത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ഇമ്രാൻ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഖമനയി തന്തയുടെ മക്കളാണ് ചത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ തവിട് പൊടിയായി. പിന്നെ ഇറാൻ ഇപ്പോൾ ഈ റോക്കറ്റ് വിട്ട് കളിക്കുന്നുണ്ട്, അതാണല്ലോ അവരുടെ മെയിൻ വിനോദം. അവർക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി കപ്പൽ പോയി, നേവി പോയി, എയർഫോഴ്സ് പോയി, എല്ലാം പോയി. കുറേ റോക്കറ്റുകളുണ്ട്, മിസൈലുകൾ അയച്ച് അത് ചിലർക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നെതന്യാഹു ചത്തേ എന്നുള്ള വാർത്ത ഇപ്പോൾ ഇല്ല. പക്ഷേ ഇതിനു മുമ്പ് ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് നെതന്യാഹുവിൻ്റെ വിമാനം പറന്നുപോയി. നെതന്യാഹുവിൻ്റെ വിമാനം എന്ന് പറയുന്നത് നെതന്യാഹുവും അവിടുത്തെ ഇസ്രയേലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പീറ്റർ ഹെർജോസ് ഒക്കെ ഉപയോഗിക്കുന്ന വിമാനം, വിങ്സ് ഓഫ് സയോൺ എന്ന് പറയുന്ന നെതന്യാഹുവിൻ്റെ വിമാനം വളരെ പെട്ടെന്ന് ഇസ്രയേലിൽ നിന്ന് പറന്ന് കണ്ടുപോയി. വളരെ പെട്ടെന്നുമില്ല ആ വിമാനം പോയി. ആ വിമാനം വേണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ട് ആ വിമാനത്തിന് പറക്കാമായിരുന്നു. പക്ഷേ ഫെബ്രുവരി 28-ന് ഉച്ച കഴിഞ്ഞ് 2:08 ഇസ്രയേലിലെ ബേഷിബ എയർബേസിൽ നിന്ന് നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം പറന്നു പൊങ്ങി 20,000 അടി ഉയരത്തിൽ പറന്നു. എന്നിട്ട് അത് ഇസ്രയേൽ തീരക്കടലിന് മുകളിലൂടെ 2 മണിക്കൂർ പറന്നു. അപ്പോൾ കാണേണ്ടവരെല്ലാം കണ്ടോ, അവിടെ ഞങ്ങളുടെ വിമാനം ഇവിടെ ഉണ്ട്, ഞങ്ങളിത് പറക്കുന്നു എന്ന് 2 മണിക്കൂർ ഇസ്രയേലിലെ കടലിന് മുകളിലൂടെ പറന്നിട്ട് ആ വിമാനം നേരെ ജർമ്മനിക്ക് പോയി ബെർലിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ഇന്നിപ്പോൾ 50 ദിവസമാകുന്നു. 50 ദിവസം മുമ്പ് ഈ വിമാനം പോയി. ഉടനെ ഈ സുഡാപ്പി ഇസ്ലാമിസ്റ്റുകളുടെ പ്രചാരണം എന്താ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നെതന്യാഹു സ്റ്റാൻഡ് വിട്ടു. പുള്ളി എവിടെ ഇരിക്കുക? ജർമ്മനിയിലിരിക്കുകയാണ്. പേടിച്ചോടി. കാരണം ഈ ഇവരുടെ മാമന്മാരെല്ലാം ബങ്കറിലിരിക്കുകയാണ്. ബങ്കർ മാമന്മാരാണ് പറയുന്നത് നെതന്യാഹു അവിടെ പോയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പലതവണ ഈ അവരുടെ ചില മിസൈൽ വീണ സ്ഥലത്ത് നെതന്യാഹു നേരിട്ട് വന്നു. നെതന്യാഹുവിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു, മിസൈൽ വീണ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു മാധ്യമ സംഘം, ന്യൂഡൽഹി ടെലിവിഷൻ NDTVയുടെ പ്രതിനിധികളുമായിട്ട് നെതന്യാഹു സംസാരിക്കുന്ന വിഷ്വൽ ഉൾപ്പെടെ പുറത്തു വന്നു. അപ്പോഴും ആളുകൾ പറയും അതൊക്കെ ആ AI ആണ്, നെതന്യാഹു ബെർലിനിൽ വിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം നെതന്യാഹുവിനെ പലരും കണ്ടു, ഇപ്പോൾ ആരും പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി. ബെർലിനിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന നെതന്യാഹുവിൻ്റെ വിമാനം വീണ്ടും പറന്നു പൊങ്ങിയെന്ന് മാത്രമല്ല, ആ വിമാനം മണിക്കൂറിൽ 935 കിലോമീറ്റർ വേഗത്തിൽ 35,000 അടി ഉയരത്തിൽ ഈ വിമാനം പറക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഫ്ലൈറ്റ് റഡാറിലൊക്കെ വന്നു കഴിഞ്ഞു. ആ വിമാനം ഇതിൻ്റെ പേര് AX ISR
ബോയിങ് 767-338 എന്ന് പറയുന്ന വിമാനമാണ് നെതന്യാഹുവിൻ്റെ വിമാനം. ഉം. ആ വിമാനം ബെർലിനിൽ നിന്ന് പറന്നു പൊങ്ങി 35,000 അടി ഉയരത്തിൽ പറക്കുന്ന ഡോക്യുമെൻ്റ് വന്നു. പിന്നീട് ആ വിമാനം അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പോകുന്ന വഴിക്ക് അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിമാനം ബെർലിനിലുണ്ടായിരുന്ന വിമാനം അവിടുന്ന് പോയി. 48 50 ദിവസം കഴിഞ്ഞപ്പോൾ വിമാനം പറന്നു പോയി. ഇപ്പോൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അത് തിരിച്ചു വന്ന് ഇസ്രായേലിൽ ഇറങ്ങിയോ? നോക്കൂ, 10 ദിവസത്തെ വെടിനിർത്തൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ആ വിമാനം തിരിച്ചു കൊണ്ടുവന്നതാണോ? പക്ഷേ 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം ആരംഭിക്കും. ചർച്ച പൊളിഞ്ഞു. അപ്പോൾ വിമാനം അവിടെ കൊണ്ടിട്ടാൽ എന്തിനാണ് വിമാനം? ഇത് കോടിക്കണക്കിന് രൂപ വില പിടിപ്പുള്ള ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും പറക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ജർമ്മനി കൊണ്ടത് പാർക്ക് ചെയ്തത്. പക്ഷേ ജർമ്മനിയിൽ നിന്ന് അത് പോന്നു ഇസ്രായേലിൽ എത്തിയായിട്ട് കാണാനുമില്ല. അപ്പോൾ ഇനി ഇസ്രായേലിൽ കൊണ്ട് ട്രാൻസ്പോർട്ടറുകൾ ഓഫ് ചെയ്തിട്ട് ഇസ്രായേലിൽ ഈ പറഞ്ഞ അവിടുന്ന് പുറപ്പെട്ട ബേർഷിബ സൈനിക താവളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇത് ഇപ്പോൾ ലോകത്തെ ഇപ്പോൾ പുതിയ ഒരു ചോദ്യമായി മാറുന്ന ഈ വിമാനം ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില ദുരൂഹതകൾ നെതന്യാഹു ഉണ്ടാക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ ആവുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ എല്ലാവരും ആരോപിക്കില്ലേ സർ? അത് ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ മൊസാദിൻ്റെ ഒരു തന്ത്രമായിരിക്കാം. ഇനിയിപ്പോൾ ഇത് മറ്റൊന്നാലോചിച്ച് നോക്കുക. ഈ പറന്നു പോയിരിക്കുന്ന വിങ്സ് ഓഫ് സയോൺ എന്ന് പറയുന്ന വിമാനം പറന്നു പോയിരിക്കുന്നു. അതിൻ്റെ വിമാനത്തിൻ്റെ നമ്പറും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഫ്ലൈറ്റ് റഡാറിലൂടെ പറന്നു പോവുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് റഡാറിൻ്റെ ഒരു പെയ്ഡ് വെർഷൻ എടുത്താൽ നമുക്ക് ആർക്കും ഈ ലോകത്തെ എല്ലാ വിമാനങ്ങളും ഏതാകാശത്തൂടെ പറക്കുന്ന ഏത് വിമാനവും പറക്കുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ കുറേ നേരം ഇത് ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തിട്ട് പറക്കുന്നു, പിന്നെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യുന്നു, വിമാനം അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ദുരൂഹമായ ഒരു നാടകമാണ്. എന്തൊക്കെയോ ഇതിന് പിന്നിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ മിലിറ്ററി ഓപ്പറേഷൻസ് കൂടിയുണ്ട്. കാരണം അല്ലെങ്കിൽ നോക്കൂ, യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 ഈ വിമാനം പറന്നു പോകുന്നു. ഫ്ലൈറ്റ് റഡാറിൽ കാണാം. എന്നിട്ട് അത് 2 മണിക്കൂർ ഇസ്രായേൽ കടലിന് മുകളിലൂടെ പറക്കുന്നു. എന്നിട്ട് നേരെ എല്ലാവരും നേരെ ബെർലിനിലേക്ക് പറക്കുന്നു. അപ്പോൾ അതെന്തിനാ? വേണമെങ്കിൽ അവർക്ക് അപ്പോൾ ഇത് അതിൻ്റെ ഫ്ലൈറ്റ് റഡാറും മറ്റു റേഡിയോ സിഗ്നൽസും ഒക്കെ ഓഫ് ചെയ്തിട്ട് പോയിക്കൂടെ? അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോ ഞങ്ങളുടെ വിമാനം ഞങ്ങളങ്ങോട്ട് മാറ്റിയിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കൂ, 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വിമാനം ബെർലിനിൽ നിന്ന് തിരിച്ച് പറന്നിരിക്കുന്നു. അതിന് കൃത്യം അതിന് റെക്കോർഡിൽ ഡാറ്റയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 935 km/h സ്പീഡിൽ പറന്നു. 35,000 അടി ഉയരത്തിലുണ്ടായിരുന്നു. അത് അങ്ങനെ പറന്നു പോകുന്ന ആ വിമാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാനില്ല. അപ്പോൾ 28 നോക്കൂ, ഫെബ്രുവരി 28 2:08 ഉച്ച കഴിഞ്ഞ് 2:08 ഈ വിമാനം ബേർഷിബ എയർബേസിൽ നിന്ന് പൊങ്ങിയത്. എന്നിട്ടത് രാത്രി 10:00 ബെർലിനിൽ ലാൻഡ് ചെയ്തു. പുറപ്പെട്ടതും ഇറങ്ങുന്നതും വരെയുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ അത് ഉറപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ബെർലിനിൽ നിന്ന് പൊങ്ങുന്നതായിട്ട് കാണിച്ചു. അതിൻ്റെ വേഗത അറിയാം, അതിൻ്റെ ഉയരം അറിയാം, പിന്നെ ആ വിമാനത്തെ കാണാനില്ല. അപ്പോൾ അത് എന്താണ്? ഇതിലൂടെ എന്താണ് മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ആ വിമാനം അവിടെ നിന്ന് തിരിച്ച് നേരെ വന്ന് സൗദി അറേബ്യ ഇറങ്ങി കാണുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക്, ഗ്രീസ് പോലെയുള്ള ഗ്രീസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഇസ്രായേൽ, അവിടേക്ക് പോയി കാണുമോ? എന്തിനാണ് ബെർലിനിൽ നിന്ന് മാറ്റിയത്? അതിനിപ്പോൾ യുദ്ധം വിരാമം ഉണ്ടാകും എന്ന് കരുതിയിട്ട് യുദ്ധം തീർന്നു, ഇനി സേഫാണ് എന്ന് കരുതി പോകുന്നതാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ സുരക്ഷിതമായി വന്നിറങ്ങുന്നത് കാണിച്ചുകൂടെ? ഇനിയിപ്പം ഈ ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എവിടെ വന്നു എന്ന് കാണാതിരിക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ പുറപ്പെടുമ്പോൾ തന്നെ അത് എല്ലാം ഓഫ് ചെയ്തിട്ട് പോകുന്ന പോരായിരുന്നു. അപ്പോൾ അതൊരു ദുരൂഹത, എന്തോ ഒരു നാടകം ഇസ്രായേലും മൊസാദും പ്ലാൻ ചെയ്യുന്നുണ്ട്. മൊസാദിൻ്റെ ഒരു തന്ത്രമാണ് ഈ വിമാനം പുറപ്പെടുന്നത് കാണാം, എവിടെ പോയെന്ന് അറിയാൻ മേല. ആദ്യം ഫെബ്രുവരി 28 പുറപ്പെട്ട് ഇറങ്ങുന്നവരെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അത് പറന്നു പൊന്തിയിട്ടുണ്ട്, എവിടെയാണെന്നറിയില്ല. ഇനി വലിയൊരു ചോദ്യമുണ്ട്. അന്നേ ചിലർ പറഞ്ഞു അന്ന് പോകുന്ന വിമാനത്തിൽ നമ്മുടെ നെതന്യാഹു ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഉണ്ടാവില്ല, നെതന്യാഹു അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കണ്ടുകൊണ്ട് പോകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇപ്പോൾ പറന്നു പൊന്തിയ വിമാനത്തിൽ നെതന്യാഹു ഉണ്ടോ? ജർമ്മനിയിൽ ഇതിനിടയ്ക്ക് നെതന്യാഹു പോയിട്ട് നെതന്യാഹുവായിട്ടാണ് വിമാനം പറന്ന് അത് പെട്ടെന്ന് ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടടാ, പുറപ്പെട്ടടാ എന്ന് കണ്ടിട്ട് ഇനി കാണണ്ട എന്ന് പറഞ്ഞു ചെയ്തതാണ്. ഏതായാലും മൊസാദിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിട്ടിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ വിമാനം ഇസ്രായേലിൽ ഇറങ്ങിയതായി കാണുന്നില്ല, പക്ഷേ ബെർലിനിൽ നിന്ന് അത് പറന്ന് പൊന്തിയിട്ടുണ്ട്.